ാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം കഴിഞ്ഞ നാളിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അടിയൻ്റെ കുഞ്ഞിന് പനി ബാധിക്കുകയും അതൊരു ന്യൂമോണിയയുടെ അടുത്തെത്തുകയും അങ്ങനെ വളരെയധികം കഷ്ടത്തിലൂടെയൊക്കെയാണ് കഴിഞ്ഞ നാളുകളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയ പൈതലുമായി സഭയിൽ കടന്നു വന്ന് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വിലപ്പെട്ട അനേകം പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്നെയും നിങ്ങളെയും സഭയായി ആരും നഷ്ടപ്പെടാതെ, എണ്ണത്തിൽ നഷ്ടപ്പെടാതെ സ്വർഗത്തിലെ ദൈവം കാത്തുപരിപാലിച്ചില്ല. ആ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കഴിഞ്ഞ നാളിൽ ഒരുപാട് പ്രയാസങ്ങൾ എന്താ വെച്ചാൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നത് പോകുമെന്ന് ചിന്തിച്ച ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സഭയിൽ നിന്നും കടന്നു വന്നു കുഞ്ഞിനെ കണ്ടു, അവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. കടന്നു വരാൻ കഴിയാതെ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കളോടുണ്ട്. സാഹചര്യങ്ങളെല്ലാം എനിക്കറിയാം. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വായിച്ച സങ്കീർത്തനത്തേക്ക് നമുക്ക് മടങ്ങി വരാം. 103-ാം സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. അതിന്റെ ഹെഡിങ്ങിൽ ഇങ്ങനെ കാണുന്നു, ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അറിയാം, ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. സ്തോത്രം. ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. എന്റെ ഒന്നാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം എടുത്ത് വായിക്കാമല്ലോ. വാഴ്ത്തുക എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒരു അല്ലല്ലോ പറഞ്ഞേ. ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ മറന്നിരിക്കുവാണോ? ഇല്ല. എല്ലാവരും ഓർക്കുന്നവരെല്ലാവരും അല്ലല്ലോ പറഞ്ഞേ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അടുത്ത വാക്യം എന്റെ സർവാന്തരംഗവുമേ. അവിടെ ഞാന് എന്നെ ഈ കുഞ്ഞ് ഹോസ്പിറ്റലായ സമയത്താണ് അയച്ചാൻ എന്നല്ല വിളിച്ചു പറഞ്ഞത്, അടുത്ത സങ്കീർത്തനം നീ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ ആക്ച്വലി ഹോസ്പിറ്റലായി എന്തെങ്കിലും ബൈബിളില്ല. അപ്പൊ ഞാൻ എന്തോ ചെയ്യും, ഞാൻ ഈ ഒരാഴ്ച പോയിട്ട് കർത്താവ് എനിക്ക് ഈ സഭയിൽ പ്രസംഗിക്കാനുള്ള വചനം ദൈവം തരണം. അപ്പൊ ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ചിന്തയാ, എന്തുവാ ഇപ്പൊ ഇനി ഒരാഴ്ച സമയമുണ്ട്, എന്തുവാ ഒരു മുന്നേക്കെ എന്ന് പറയുമ്പോൾ അയച്ചാൻ അന്ന് ആ തലേന്ന് തന്നെ പറയും, ദോശ നാളെ നീയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇട്ടുപിടി എന്നുള്ള ചടുപിടി എന്ന് പറഞ്ഞ ബൈബിളൊക്കെ തുറന്ന് നോക്കി കൂട്ടുവായികളൊക്കെ നോക്കി. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരാഴ്ചക്ക് മുന്നേ എനിക്ക് എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു വചനം പറയണമെന്ന്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഈ ഒരാഴ്ച മുഴുവനും ഇത് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം ജോലിക്ക് വന്ന് എന്റെ ബൈബിൾ കൊണ്ടാ പോയത്. കാരണം ജനങ്ങളോട് വചനം പറയണ്ടേ, ഇല്ലേ? അപ്പൊ പറയണമെങ്കിൽ എന്ത് വേണം, നമ്മൾ അതിനെ പറ്റി നമ്മൾ അറിവ് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ജോലിക്ക് പോകുന്ന വഴിക്കും ഞാൻ ഈ ബൈബിളും കൊണ്ടാണ് എന്ത് ചെയ്തത്. സത്യം വെച്ചാൽ ഞാൻ ബൈബിളും കൊണ്ടാണ്. ഞാൻ ചോറ് കൊണ്ടുപോകാൻ മറന്നു കഴിഞ്ഞ 2 ആഴ്ച, കാരണം കുഞ്ഞു ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. പക്ഷെ ബൈബിൾ എടുക്കാൻ മറന്നില്ല. അല്ലാതെ ബൈബിളും കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയത്, കാരണം എന്തെങ്കിലും പറയണം. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. ഇന്നലെ രാത്രി കർത്താവേ എനിക്ക് ഇതുവരെ എനിക്കൊന്നും തന്നിട്ടില്ല, എനിക്ക് നാളെയെങ്കിലും എനിക്ക് ചെയ്യണം. ഇതിന് കാരണം സ്തോത്രം. അങ്ങനെ ദൈവം തന്ന ചില കാര്യങ്ങളാണ് ഇന്ന് രാവിലെ എന്തുവാ എന്റെ മനസ്സിൽ തന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ കാണാം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ, അവിടെ ഒരു മനം, ഒരു ഹൃദയത്തെ പറ്റി പറയുന്നത് അല്ലെ. നമ്മുടെ ഹൃദയം, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം അല്ലെ. എൻ മനമേ, അത് ഔട്ട് സൈഡാ. അതിന്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ എന്റെ സർവാന്തരംഗവുമേ എന്ന് പറഞ്ഞാൽ എന്തുവാ, എൻ മനമേ എന്ന് പറയുന്നത് പുറത്താണ്. എന്റെ സർവാന്തരംഗമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളില അല്ലെ. എന്റെ സർവാന്തരംഗമേ, എങ്ങനെയാ നമ്മുടെ യഹോവയെ വാഴ്ത്തേണ്ടേ? നിന്റെ പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ടിട്ടല്ല അല്ലേ, നീ പുറമേ വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ടല്ല അല്ലേ, നീ പുറമേ ഇൻഷർട്ട് നിൽക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഇവിടെ പറയുന്നുണ്ട് നിന്റെ അന്തരംഗം, നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗം എങ്ങനെയായിരിക്കണം. ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന ഒരുപാട് നന്മകളെ പറ്റിയിട്ട് ഈ 103-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. സ്തോത്രം. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗം നമുക്ക് ആയിരിക്കേണ്ടത് നമുക്ക് വായിക്കാം. ഗലാത്യർ 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കും. റോമർ എഴുതിയ ലേഖനം 8-ന്റെ അതിന്റെ 5 തൊട്ടൊന്ന് വായിക്കാമോ? റോമർ 8-ന്റെ 5 മുതൽ. കണ്ടോ, അവിടെ പറയുന്നുണ്ട് ജഡസ്വഭാവമുള്ളവർ ജഡത്തിലും ജഡത്തിലുള്ളതും. അവിടെയും
പറയുന്നുണ്ട്, രണ്ട് സ്വഭാവങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ഈ സങ്കീർത്തനം ഫസ്റ്റ് വായിച്ചപ്പോൾ അവിടെ ഒരു മനത്തെ പറ്റി പറഞ്ഞു, ഒരു എന്റെ മനമേ ഞാനും എന്റെ ഹൃദയമേ. അവിടെ വീണ്ടും പറയുന്നുണ്ട് എന്റെ ഹൃദയത്തിന്റെ അന്തരംഗവുമേ. ഇപ്പൊ വായിക്കുന്നതിലേക്ക് അവിടെ വരുമ്പോഴത്തേക്ക് കാണുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മാവിന്റെ സ്വഭാവമുള്ളവൻ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, അപ്പോ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു ദൈവത്തിന്റെ പൈതൽ അവൻ എന്താ ചിന്തിക്കുന്നത്? അവൻ ആത്മാവിന്റെ സ്വഭാവങ്ങളാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഒരിക്കലും അവൻ ജഡത്തിന്റെ സ്വഭാവം ചിന്തിക്കില്ല. ചിന്തിക്കൂ? നമ്മളെപ്പം ജഡത്തിന്റെ സ്വഭാവം ചെയ്താലും, ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചാലും, നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്വിറ്റ് ചെയ്യണം. ഇല്ലേ? അല്ലാതെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് വല്ല കാര്യമുണ്ടോ? ഇന്ന് രാവിലെ ഞങ്ങള് ഫുഡ് പാചകം ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഇന്നലെ രാത്രി മുതൽ പ്രിയ ഏബൽ മോൻ ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് വെക്കുന്ന രാവിലെ ഈ കഞ്ഞി ചോറ് വാർക്കുന്ന സമയം ഞാൻ ഇങ്ങനെ ചൂട് വെള്ളം എന്റെ കയ്യിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് ചൂട് പാത്രത്തിൽ ഒഴിക്കുമ്പോൾ അവനൊരു കയ്യിൽ ചൂടുവെള്ളം പിടിക്കുന്നുണ്ട്. എടുത്ത് ഒഴിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടാ ഐഡിയ ഇസ് ബെറ്റർ ബട്ട് ലെഗ് ഇസ് മൈൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു എന്തോ സംഭവം എന്താ? ഞങ്ങളുടെ ഐഡിയ ഇസ് ബെറ്റർ ബട്ട് ലെഗ് ഇസ് മൈൻ. അച്ഛാ എനിക്ക് മനസ്സിലായി എന്താന്ന് പറയാം. ഞാൻ പറഞ്ഞു അവർക്ക് സായിപ്പിന്റെ കഥ അറിയാം. ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു ബസ്സില് ഒരു സായിപ്പും തന്റെ മകനുമായി യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുന്ന സമയം ഈ സായിപ്പ്, ഇത് കഥയൊന്നുമല്ല കേട്ടോ, എന്റെ ഗുരുനാഥനായ പാസ്റ്റർ ഒരു ദിവസം പ്രസംഗിച്ചപ്പോ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ നേരത്ത് ഈ മകൻ എന്തെന്നറിയോ, ബസ്സിന്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പൊ സ്ഥലമില്ലാത്തത് കണ്ടക്ടർ പറയുന്നത് എന്ത് ചെയ്യണം? ഏറ്റവും ഫ്രണ്ടിലോട്ട് പോയി നിൽക്കണം. എന്നാൽ ഫ്രണ്ടിലാകട്ടെ ലേഡീസിന്റെ സീറ്റും അവരുടേതായ കുറച്ച് ഉണ്ടല്ലോ, അവരുടെ സ്ഥലങ്ങളാണ് ഈ ഫ്രണ്ടിലോട്ട്. ബാക്കിലോട്ടാണല്ലോ ആക്ച്വലി ജെൻസ്. അപ്പൊ ഈ കണ്ടക്ടർ പറഞ്ഞ സ്ഥലമില്ല, നിങ്ങൾ മുന്നോട്ട് പോയിരിക്കണം. അപ്പൊ ഈ അപ്പനും മോനും കൂടെ എന്ത് ചെയ്യുന്നറിയോ, ഈ ലേഡീസിന്റെ അടുത്ത് പോയി എന്ത് ചെയ്തു? അങ്ങനെ ഇരിക്കുന്ന സമയം ഈ മോനെ കുത്തി തോന്നി. എന്താണെന്നറിയോ, പതിയെ എന്ത് ചെയ്തു? അവനിങ്ങനെ പിടിച്ചു. ബസ് ഇങ്ങനെ പോകാൻ നേരം അവൻ പതിയെ കാലെന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ എടുത്തിട്ട് ഒരു പെങ്കൊച്ചിന്റെ കാലെന്ത് തോണ്ടി. ഒരിക്കൽ തോണ്ടി, നോ റെസ്പോൺസ്. വീണ്ടും എന്ത് ചെയ്തു? പതിയെ തോണ്ടി, നോ റെസ്പോൺസ്. അങ്ങനെ 2-3 പ്രാവശ്യം തോണ്ടിയിട്ടും ഒരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നമുക്ക് വേദന വരുന്ന രീതിയിൽ എന്ത് ചെയ്തു? അങ്ങ് ചവിട്ടി അങ്ങ് തേച്ചു കൊടുത്തു. അന്നേരമായി അപ്പം പറയുന്നത് ഐഡിയ ഈസ് ബെറ്റർ ബട്ട് ലെഗ് ഈസ്. മനസ്സിലായില്ല? അപ്പൊ എന്താ പറഞ്ഞേ? ഐഡിയ ഈസ് ബെറ്റർ ബട്ട് ലെഗ് ഈസ് മൈൻ. ഐഡിയ കൊള്ളാൻ കാല് എന്റെ ആണ് ഈ ചവിട്ടുന്നത്. സ്വത്രം. ഇതുപോലെ പലപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, ആ പാപം ചെയ്യുന്നതിന് ശേഷമല്ല, പകരം ആ പാപം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം അത് ദൈവത്തിന് യോഗ്യം അല്ല. നമ്മൾ ഓൺ സ്പോട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയോ, നമ്മൾ ചെയ്യുന്ന ഓരോ പാപപ്രവൃത്തികളും പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ട്. അല്ലേ? ബൈബിളിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന പാപം നിമിത്തം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ദുഃഖിക്കും. അത് പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ. ഇപ്പൊ വായിച്ച റോമർക്ക് ലേഖനം വരുമ്പോൾ എന്താ പറഞ്ഞ? ആത്മാവിന്റെ സ്വഭാവമുള്ളവൻ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും? അവൻ ആത്മാവിന്റെ സ്വഭാവം ചെയ്യും. ആത്മാവിന്റെ സ്വഭാവം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ അവൻ ജഡത്തിന്റെ സ്വഭാവം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ദുഃഖിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ആത്മാവിന്റെ സ്വഭാവമുള്ളവർക്ക് അതിനെ ദൈവത്തെ സ്തുതിക്കുക. അയ്യോ, ആർക്കും സന്തോഷമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ആത്മാവിന്റെ സ്വഭാവമുള്ളവർ എന്ത് ചെയ്യും? അവൻ ആത്മാവിന്റെ സ്വഭാവം ചെയ്യും. ജഡത്തിന്റെ സ്വഭാവമുള്ളവർ അവർ എന്ത് ചെയ്യും? ജഡത്തിന്റെ സ്വഭാവം ചെയ്യും. ഒരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യർ 2:3 വായിക്കാമോ? ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അത് ഒരിക്കൽ നമ്മൾ അങ്ങനെ ആയിരുന്നു അല്ലേ? നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ജനിച്ചു വീഴുന്നത് പെന്തക്കോസിലാണോ?
അല്ല, ഞാൻ അങ്ങനെ കരുതുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരും പെന്തക്കോസ്തിൽ ജനിച്ചു വീഴുന്നു എന്നുള്ള ഒന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഓരോരോ മതത്തിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാസ്റ്റിലൊക്കെ ജനിച്ചവരായിരിക്കും. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു പക്ക ഹിന്ദുവിന്റെ എന്റെ അപ്പന്റെ പേര് ഇപ്പോഴും കുടുംബക്ഷേത്രമുണ്ട് അവിടെ. ഞങ്ങൾക്ക് അവിടെ കുടുംബക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ എന്താ വായിച്ചേ? നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നു അല്ലേ? അങ്ങനെ ഇവിടെ വായിച്ചേ ഒരിക്കലും. ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നമ്മൾ അങ്ങനെ ആയിരുന്നു. നമ്മൾ അങ്ങനെ നമ്മുടെ പാരമ്പര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വഴി നടന്നവരാരും അല്ല ഇവിടെ ഉള്ളവര്. കർത്താവിനെ രുചിച്ചറിഞ്ഞപ്പോൾ, ആത്മാവിന്റെ സ്വഭാവം ഉള്ളിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും എന്തുള്ളവരായി? കർത്താവിനുള്ളവരായി. അല്ലേ? അല്ലേ വെച്ചാ നമ്മളെല്ലാവരും കർത്താവിനുള്ളതായില്ലേ? ചോദിച്ചാൽ ഇതിനൊക്കെ മുന്നേ എന്തായിരുന്നു അവിടെ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരും. ഷിജേച്ചൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും അവരൊക്കെ മുന്നേ എന്തായിരുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്നുള്ളത് അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. എന്നാൽ ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ അവൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെയുള്ളവന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹമായി ഈ 103 സങ്കീർത്തനത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കും, പിന്നെ നിന്റെ സകല രോഗങ്ങളെ എന്ത് ചെയ്യും? സൗഖ്യമാക്കും. അടുത്ത വാക്യം, മതി നോക്കണേ. ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. അവിടെ ഒരുപാട് അനുഗ്രഹങ്ങളെ പറ്റി അവിടെ എഴുതി വെക്കുന്നുണ്ട്. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. പക്ഷേ ആ അനുഗ്രഹം ആർക്കാ ഉള്ള? എൻ മനമാത്രം ഉള്ളവർക്കൊന്നും പറ്റത്തില്ല, മറിച്ച് എന്റെ അന്തരം കൂടെ ശുദ്ധിയുള്ളവർക്ക് മാത്രമുള്ള അനുഗ്രഹമാണ് അവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം മനത്തിൽ മാത്രം ശുദ്ധിയുള്ളവരായി ഇരിക്കരുത്, മറിച്ച് നമ്മുടെ മനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം, അതിന്റെ അന്തരംഗത്തിൽ എന്തു വേണം? ഒരു ശുദ്ധി വേണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അന്തരംഗത്തിൽ ശുദ്ധി ശുദ്ധി വന്നാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയായി മാറണം. അങ്ങനെ പ്രവൃത്തിയില്ലാത്ത ജീവിതമോ എന്താ മിണ്ടുന്നില്ല? ചത്തത്. അച്ഛാ, പ്രവൃത്തിയില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ ചത്തത്. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സഹോദരന് ആവശ്യം വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ സ്നേഹം ഉണ്ടാവും. പിന്നെ സ്നേഹമാണ് ഇല്ലയോ? സഭയിലൊക്കെ നമ്മളൊന്നും ഇരിക്കുക, അടുത്തിരിക്കുന്ന സഹോദരന്മാരെല്ലാം വന്നിരിക്കും. നിങ്ങളെ അല്ല കേട്ടോ, നിങ്ങളെ പറഞ്ഞല്ല, വന്നങ്ങ് ഇരിക്കുക. പക്ഷേ കൂട്ടൊരു പ്രശ്നം വരണം, അന്നേരം അറിയാം. ആരെങ്കിലും വരുമോ? ആരെയും കാണത്തില്ല. അതാണോ ദൈവസ്നേഹം? അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ കൂട്ടുസഭ അപ്പപ്പോഴേക്കും അയ്യോ കഴിഞ്ഞ ആഴ്ച കുഞ്ഞിന് വയ്യാത്തോണ്ട് ഞങ്ങൾ വരാത്തോണ്ടാണോ ബോസേ? അയ്യോ, ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതേ അല്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അതായത് നമ്മുടെ എനിക്കറിയാം നിങ്ങൾ ആരും വന്നില്ലേലും സഭയുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്റെ കുഞ്ഞിന് വന്നേന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ. നോക്കണേ, നമ്മുടെ കൂട്ടു സഹോദരന് പ്രശ്നം വരുമ്പോ നമ്മൾ മാറി നിൽക്കുന്നതല്ല, മറിച്ച് നമ്മുടെ കൂട്ടു സഹോദരനുള്ള പ്രശ്നം അത് എന്റെയും പ്രശ്നമാണെന്ന് വിചാരിക്കുന്നതാ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. നോക്കണേ, നമ്മൾ എന്തോരം പാപം ചെയ്യുന്ന മനുഷ്യരല്ലേ? നമ്മുടെ ഒന്ന് ചിന്തിച്ചു, ഓരോ ദിവസം നമ്മൾ എന്തോരം പാപം ചെയ്യുന്നവരാ. നമ്മൾ ചോദിച്ചാൽ പറയും നമ്മൾ പെന്തിക്കോസുകാരാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, രാവിലെ എഴുന്നേക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സംസാരങ്ങളിലും ഞാനും ജെഫി കളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ നമ്മൾക്ക് ചിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പറയാം. പക്ഷെ അതൊന്നും ആക്ച്വലി പാടില്ല. പാടുണ്ടോ സഹോദര? ഇല്ല. ഞാൻ ജെഫിക്ക് കൂടിക്കുക ഞങ്ങൾ അങ്ങ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. പക്ഷെ ആക്ച്വലി അതുപോലും പാടില്ല. ദൈവദാസൻ, ദൈവമകൻ എന്ന് പറയുന്നത് അവന്റെ വായിൽ നിന്ന് വരേണ്ട വാക്കുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷ്മമുള്ളവരായിരിക്കണം. അച്ഛൻ ചിരിക്കുക എന്നുള്ളത് പറഞ്ഞതാ കേട്ടോ. എന്താ ദൈവത്തിന്റെ ദൈവ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ വേണ്ട കാര്യങ്ങൾ എന്താ? നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. കാരണം കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അറിയോ? അവൻ കള്ളനെ പോലെ വരും. കള്ളം വരുന്നത് എപ്പോഴാണ്? പറഞ്ഞാണ് വരുന്നത്. ജെഫി വരുന്നത് എപ്പോഴാണെന്ന് പറയുമായിരിക്കും. പക്ഷെ കള്ളം വരുന്നത് എപ്പോഴാണെന്നും പറയത്തില്ല. സന്തോഷമില്ലാത്ത അതിന്റെ 8ാമത്തെ വാക്യമാണ് നമ്മുടെ ദൈവത്തിന്റെ ഒരു വലിയ ഒരു പ്രത്യേകത ഉള്ള ചില വാക്കുകൾ നമ്മൾ എഴുതിയിരിക്കുന്നു. ഒന്ന് വായിക്കാമോ? യഹോവ
യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അടുത്ത വാക്യം, അവൻ എല്ലായ്പ്പോഴും ഭസിക്കുകയില്ല, എന്നേക്കും കോപം സംഭരിക്കുകയില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. അവൻ നമ്മുടെ പാപത്തിനൊത്തവണ്ണം ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നമ്മുടെ പാപത്തിനൊത്തവണ്ണം ചെയ്യുന്നില്ലെങ്കിൽ അത് കൊള്ളാലോ അല്ലേ? നമ്മുടെ പാപത്തിനൊത്തവണ്ണം കർത്താവ് നമ്മളെ ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ പാപം ചെയ്തൂടെ? എന്തേ? കർത്താവ് നമ്മുടെ പാപത്തിനൊത്തവണ്ണം ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടെ ചെയ്യും എപ്പോഴെന്നറിയോ? അങ്ങോട്ട് പോകുമ്പോ. ചിലതൊക്കെ നീക്കുപോക്ക് തരുന്നതാണ്. വായിക്കാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അന്തരംഗം ശുദ്ധിയുള്ള ഒരു ദൈവത്തിന്റെ പൈതലും ഹൃദയത്തിന്റെ അന്തരംഗം ശുദ്ധിയില്ലാത്ത ദൈവത്തിന്റെ പൈതലിനെ പറ്റി പറയുകയാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പെല്ലാം അവൻ എന്ത് ചെയ്യും? നീക്കിക്കളയും. കേട്ടോ, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്പാൻ അവൻ ചെത്തി വെടിപ്പാക്കും. അതെന്താ? മറ്റേനെ മാത്രം ചെത്താത്തേ ഇല്ലേ? അവിടെ രണ്ട് കാര്യം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? നല്ല ഫലം കായ്ക്കുന്നതും പറഞ്ഞു, പിന്നെ കായ്ക്കാത്തതും പറഞ്ഞു. എന്നാൽ ചെത്തൽ അവിടെ ഉള്ളേ ഇല്ലേ? അങ്ങനെയല്ലേ അവിടെ എഴുതിയേക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, നല്ല ഫലം കായ്ക്കാത്തതിന് മോശഫലം കായ്ക്കുന്നതിന് ചെത്തിക്കളയുന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ പറഞ്ഞത്, നല്ല ഫലം കായ്ക്കുന്നതിന് വീണ്ടും ഫലം കായ്ക്കാൻ ഞാൻ എന്ത് ചെയ്യും? ചെത്തിക്കളയും. എന്തിനാ ചെത്തുന്നേ? അയ്യോ, പറയട്ടെ സഹോദര, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? ഇതൊക്കെ തന്നെ ചെത്തൽ. ചെത്തി എന്തിനാ? നമ്മൾ നിഗളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഇങ്ങനെയുള്ള പ്രവർത്തനമുള്ള നമ്മുടെ ജീവിതത്തിൽ ഉള്ള നിരാശകളൊക്കെ വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവേ എന്തിനാ എന്റെ ജീവിതത്തിൽ, യേശുവേ എന്തിനാ ഇങ്ങനെ വന്നേ? നോ, അതിന് പകരം നീ മനസ്സിലാക്കണം, യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ, അവൻ നിന്നെ ചെത്തി വെളിപ്പാക്കുന്നത് കൊണ്ടാ, അവൻ നിന്റെ ജീവിതത്തിന്റെ കറകളെ പാപങ്ങളെല്ലാം ചെത്തി വെളിപ്പാക്കുന്നത് കൊണ്ടാ നിനക്ക് വേദനിക്കുന്നേ അല്ലേ? കഴിഞ്ഞ നാള് എനിക്ക് ഒരുപാട് വേദനിച്ചു. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനും എൻ്റെ വൈഫും അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഇവനെ കുഞ്ഞിന്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ശ്വാസം വിടുമ്പോൾ ഇങ്ങനത്തെ ഇവിടുത്തെ ശബ്ദം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കർത്താവ് എന്താ ചെയ്യേണ്ടത്? കർത്താവ് എന്തുവാ ഇനി എത്രയാ ബില്ലാവുന്നു? എനിക്കൊന്നും അറിയത്തില്ല. കർത്താവ് ഞാൻ ബില്ല് പോയി ചോദിച്ചപ്പോൾ 7000 ദിർഹംസാണ്. ഞാനങ്ങ് എന്റെ കണ്ണങ്ങ് തള്ളി. ഇതെല്ലാത്തിനും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? നീക്കുപോക്ക് ഇല്ലേ? ഇതെല്ലാത്തിനും നീക്കുപോക്ക് തരുന്ന ആരാ? ആരാ ഇതിനൊക്കെ നീക്കുപോക്ക് തരുന്ന ആരാ? നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ മനസ്സിലാക്കണം, കർത്താവിനെ ചെത്തി വെടിപ്പാക്കുകയാണ്. ഇവന്റെ പനി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച കാര്യമുണ്ട്. എന്റെ വൈഫിനോട് പറഞ്ഞു, അച്ചാച്ച നമ്മൾ ഇനിയും റെഡിയാവാറുണ്ട് അല്ലേ? എന്ത് നല്ല പ്രത്യാശയുള്ള വാക്ക. എന്റെ കുഞ്ഞിന് പനി വന്നപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറയുക, നമ്മൾ ഇനിയും റെഡിയാവാനുണ്ട്. അപ്പൊ ഞാനും ആലോചിച്ചപ്പോ ശരിയാ, എന്റെ കുറ്റം കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഇനിയും റെഡി ആവാത്തത് കൊണ്ടാ ഞാൻ തമ്പുരാന് ഒത്തവണ്ണം ഹൃദയശുദ്ധിയോടുകൂടെ മനസ്സിന്റെ അന്തരംഗം ശുദ്ധിയില്ലാതെ ശുദ്ധിയാകാൻ വേണ്ടി എന്റെ ദൈവം എന്നെ ചെത്തി ചെത്തി വെടിപ്പാക്കുകയാണെന്നുള്ള ബോധം അല്ലേ? ആ ബോധം പറഞ്ഞ കിടക്കിങ്ങനെയൊക്കെ വരും. അത് ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം ഇനി വേറൊരു കാര്യം പറയാം. ഈ സഭയിൽ വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ സന്തോഷിച്ച് പാട്ടും പാടി എല്ലാം ചെയ്തു, ഒന്നും വന്നില്ലെങ്കിൽ ഒരു രോഗവും ഒന്നുമില്ല, എല്ലാം ഞാൻ പെർഫെക്റ്റാ, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, അവിടെ ചെത്തലും ഇല്ല, സ്നേഹവും ഇല്ല, ഒന്നുമില്ല അല്ലേ? നമ്മുടെ ജോലിയിലേക്കുള്ള പ്രഷർ, നമുക്ക് സന്തോഷമില്ല, ചില സമയത്ത് സമാധാനമില്ല, നമ്മുടെ കുടുംബ പ്രശ്നം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, ദൈവം നമ്മെ ചെത്തി വെടിപ്പാക്കുകയാണ്. ഇതിനൊക്കെ നീക്കുപോക്കുണ്ട്. അതാ സത്യം. നീക്കുപോക്കില്ലാത്ത ഒന്നും തന്നെയുമില്ല. എന്നാൽ ഇതൊന്നുമില്ലാത്ത ചില ആശാന്മാർ രക്ഷി വന്നിരിക്കും. അവരൊക്കെ വിചാരിച്ച കാലിന്റെ മീതെ കാലം കിട്ടാൻ ഒരു പ്രശ്നമില്ല, സന്തോഷമാ, എല്ലാം സന്തോഷമാ. പക്ഷെ മനസ്സിലാക്കിക്കോണം, നിത്യതയെ പോകുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? അവിടുത്തെ ഒരു വാക്യമുണ്ട്, അവർക്ക് തീയും ഗന്ധവും കത്തുന്ന പൊയ്ക.
അല്ലെ? തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്ര. ഒരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാവ് 5:1 വായിക്കാമോ? യെശയ്യാവ് 5:1. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഞാൻ എന്റെ പ്രിയതമന് മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന്റെ വേലി കെട്ടി. കണ്ടോ, അവിടെ ഇത് ഈ പറയുന്നത് നമ്മെ ഈ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട ദൈവമക്കളെ കുറിച്ചാ പറയുന്നത്. നമുക്ക് വേണ്ടി ദൈവം വേലിയൊക്കെ കെട്ടി അതിലെ കല്ലും എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം അതൊക്കെ മാറ്റി അത് നല്ല വക മുന്തിരിവള്ളി നട്ടു. നല്ല വക മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ ഓരോ സിലിയെയും നട്ടു, ഓരോ റിനിയെയും നട്ടു, ഓരോ ബോസിനെയും നട്ടു, ഓരോ ജെഫിയെയും നട്ടു. എല്ലാവരും ഈ പേരെല്ലാവരും പേര് അറിയില്ല. ഓരോ ജോജോ അച്ചാച്ചനും നട്ടു, ഓരോ എന്തുവാ പേരെന്തു വെച്ചാ മറന്നുപോയി. ജോസച്ചാനും നട്ടു, എല്ലാവരും നട്ടു. ബാക്കി നടുവിൽ ഒരു ഗോപുരം പണിതു. ഗോപുരം പണിതു. ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. ആരാ? നമ്മുടെ ദൈവം കാത്തിരിക്കുക. ഓരോരുത്തരും ഈ ഭൂമിയിൽ നട്ട് വെച്ചിരിക്കുക. ഒരു അജിയെയും നട്ടു, അല്ലെ? എല്ലാരും നട്ടു. ഇവിടെ ഇരിക്കുന്ന എല്ലാരും മനസ്സിലാക്കുക, നമ്മളെയൊക്കെ ദൈവം നട്ടു വെച്ചേക്കുക, അല്ലേ? എന്നിട്ട് കാത്തിരിക്കുക അവിടെ. അതാ അതിൽ രസം. നമുക്ക് വേണ്ടി നീ നട്ട സാധനത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാത്തിരിക്കുന്നുണ്ട്. എന്തിനാ കാത്തിരിക്കുന്നത്? വായിക്കാം. അമ്മേ, എങ്ങനെയിരിക്കുന്നു അല്ലേ? കർത്താവ് എന്ത് ചെയ്തു? നട്ടു. അത് കാച്ചത് എന്ത് ചെയ്തു? കാട്ടുമുന്തിരി എന്ന് പറഞ്ഞാൽ ഒന്നിനും ഗുണമില്ലാത്തതാ. അങ്ങനെയുള്ളവരാവാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ നട്ടിരിക്കുന്നത്. അവിടെ ഒന്ന് വായിക്കാമോ? നിവാസികളും യഹൂദാ പുരുഷന്മാരുമായുള്ളവരെ എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ മതി നോക്കണേ. അവിടെ ഒരു വലിയൊരു ആത്മീയ അർത്ഥമാണ്. കർത്താവ് നട്ടിരിക്കുന്ന ഓരോ ദൈവവൈതലും അവൻ എങ്ങനെ ആയിരിക്കണം. ഈ സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മെ നട്ടിരിക്കുന്ന ദൈവം, ആ ദൈവം ദിവസം പ്രതി നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കി വായിച്ചുകൊണ്ടിരിക്കുക. ഇവൻ നല്ല ഫലം കായ്ക്കുന്നുണ്ടോ? ഇനി വേറൊരു വായിക്കുന്നുണ്ടോ? മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 11 വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിട്ടുണ്ട്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷത്തിനെ എല്ലാം എന്ത് ചെയ്യും? വെട്ടി തീയിടും. ഞാൻ നിങ്ങളെ മനസാന്തരായ വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ മതി നോക്കണേ. അപ്പോ ഈ വൃക്ഷം നട്ടാൽ മാത്രം പോരാ, ഈ ദൈവം കാത്തിരിക്കുകയാണ് ഇതിനൊരു ഫലം ഉണ്ടാകുമോ. ഇന്ന് പകൽക്കാലം കൂടെ കടന്നു ദൈവമക്കളെ, ഇവിടെ പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളൊന്നും ആരെന്നൊന്നും അറിയത്തില്ല, എന്നെ നിങ്ങളൊക്കെ ആർന്നും അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, എന്നൊരു സഹോദരനായി കണ്ടു ഞാൻ മനസ്സിലാക്കി ഞാൻ പറയുകയാ. നോക്കണേ, ഇവിടെ പറയാം, നമ്മുടെ ദൈവം നമ്മെ നട്ടിരിക്കുന്നത് നമ്മളിൽ നിന്നും നല്ല ഫലം എന്ത് ചെയ്യണം? പുറപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ ആദ്യം വായിച്ചതുപോലെ മനമേ എന്ന് വെച്ചാൽ പുറമേ ഉള്ളതല്ല ദൈവത്തിന് ആവശ്യം, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗമാണ്. ആ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നല്ല ഫലം, അതായത് നല്ല പ്രവൃത്തികൾ, നല്ല സ്വഭാവങ്ങൾ. ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയുണ്ട് ആത്മാവിന്റെ ഫലങ്ങളും, പിന്നെ എന്താ ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ ഫലങ്ങളും, അല്ലേ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശുദ്ധ, സാമീപ്യം, ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ വക എല്ലാം അത് ആത്മാവിന്റെ ഫലങ്ങളാണ്. ഈ ഫലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ദൈവം കാത്തിരിക്കുക. ആ ദൈവം കാത്തിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ലൊരു ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഈ പുറപ്പെടുവിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടിട്ട് ദൈവത്തിന് പലപ്പോഴും പരിശുദ്ധ നിരാശ തോന്നിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പാപങ്ങൾ കാരണം. എന്നാൽ നീ സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നുണ്ട്, നിന്റെ പാപങ്ങളെ ദൈവം എന്തുന്നുണ്ട്? കർത്താവ് എല്ലാത്തിനും നമ്മെ ശിക്ഷിക്കുന്നില്ലല്ലോ, നമ്മുടെ പാപങ്ങളെല്ലാം നീക്കുവാക്ക് തരിക. ഈ കോടാലി വെക്കുന്നതിന് മുമ്പ് തമ്പുരാൻ പറയുക, ഒന്നും കൂടെ നിന്നുകൊള്ളട്ടെ, നമുക്ക് ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് നോക്കാം, ഒന്നും കൂടെ അല്ലെ കുറച്ച് വളമിട്ട് നോക്കാം. ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഒരു നാൾ പുറത്തു വരുമെന്ന് കാത്തിരിക്കുകയാണ് ദൈവം.
Praise the Lord. ഞാൻ വാക്കുകൾ നിർത്താൻ പോകുക. ഇവിടെ ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം നമ്മളെയും നട്ടിരിക്കുക, ഓരോരുത്തരും നട്ടിരിക്കുക. പക്ഷെ നട്ടിരിക്കുമ്പോൾ ദൈവം അതിനാവശ്യമായിട്ടുള്ള ദൈവം ഒരിക്കലും ഇച്ചിരി വളം കൂടുതൽ അച്ചാലും കൊടുക്കത്തില്ല, കുറച്ച് വളം മാത്രം എനിക്ക് തരത്തില്ല. എല്ലാവർക്കും ഒരുപോലെ ദൈവം എന്ത് ചെയ്യുന്നേ? ഇല്ലേ? ശരിയല്ലേ? കർത്താവിനൊരിക്കലും ജാതി മതപരമായിട്ടുള്ള ഒരു പരിപാടിയും കർത്താവിനില്ല. അത് നമുക്കാ. സ്വതന്ത്രം അത് നമുക്കാവുള്ളേ. എന്നാൽ ദൈവം ഇവിടെ ഓരോരുത്തരെയും നട്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ, നമുക്ക് വേണ്ടുന്ന പാർപ്പിടങ്ങൾ എല്ലാം ദൈവം നമുക്ക് തരുന്നുണ്ട്. സ്വതന്ത്രം. അപ്പോ നമുക്ക് വളം എന്ന് പറയുന്നത് നമുക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ വരുമ്പോഴാ വ്യത്യാസം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ദൈവം ആഗ്രഹിക്കത്തക്കവണ്ണമുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. നല്ല ഫലങ്ങൾ മാത്രം നമ്മൾ ദിവസം പ്രതി പുറപ്പെടുവിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ രാജ്യത്തിൽ നമുക്ക് കടന്നു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. മാനസാന്തരത്തിന്റെ മനസ്സിന്റെ അന്തരംഗം ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് വെറുതെ പുറമോടി മാത്രമല്ല, ദൈവങ്ങളെ വീണ്ടും പറയുകയാണ്, നമ്മുടെ മനസ്സിന്റെ അന്തരംഗത്തിൽ നമുക്ക് ശുദ്ധിയില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ രാജ്യത്തിൽ കടന്നു പോകാൻ കഴിയുകയില്ല. എന്നാൽ പകൽക്കാലം ഈ വചനങ്ങൾ അതായത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി, ഹൃദയത്തിന്റെ അന്തരംഗത്തെ ഒന്നും കൂടെ വാഷ് ചെയ്ത്, നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗം ശുദ്ധിയില്ല. പക്ഷേ ദൈവത്തോട് പറഞ്ഞാൽ, കർത്താവിന്റെ വചനം പറയുക, എന്റെ പാപം നിന്റെ പാപം യശയാപ്രവചനം വായിക്കുമ്പോഴാണ് തോന്നുന്നു, നിന്റെ പാപം എത്ര തന്നെ കടുചുവപ്പായിരുന്നാലും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് പഞ്ഞി പോലെ ആക്കി തീരുമെന്ന് യശയാപ്രവചനം പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിക്കട്ടെ. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ശുദ്ധി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.